കൈവാള്. ഈ കൈവാള് നമുക്ക് പെട്ടെന്ന് മുറിക്കണമെങ്കിൽ ഇതിനിവിടെ ഈ പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. എന്നാലേ ഇത് അടുത്ത് ഇങ്ങനെ ലെവലിലായി നിന്ന് കഴിഞ്ഞാൽ ഇത് കുടുങ്ങിപ്പോകും, മരത്തിന് കുടുങ്ങിപ്പോകും. അപ്പോൾ കുടുങ്ങിപ്പോകാണ്ടിരിക്കാനാണ് ഒരു പല്ല് അങ്ങോട്ടും ഒരു പല്ല് ഇങ്ങോട്ടും കഴിക്കണം, ഒരു പല്ല് അങ്ങോട്ടും ഒരു പല്ല് ഇങ്ങോട്ടും. അപ്പോൾ അതിന് ചെയ്യാനുള്ളൊരു പണിയാണ് ഈ പല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ ആണി വെച്ചടിക്കുന്നത്. അപ്പോൾ ഈ ആണി എടുത്തിട്ട് ഒരു പലകേമൽ വാള് വെക്കുക. വാള് വെച്ചിട്ട് ഒരു പല്ല് അങ്ങോട്ടടിക്കുക. അപ്പോൾ രണ്ടാമത്തെ പല്ല് ഒരു പല്ല് വിട്ട് ഒരു പല്ല് വിട്ടിട്ട് അടുത്ത പല്ല്. ഓരോ പല്ല് വിട്ട് ഇങ്ങനെ അടിച്ചിങ്ങനെ കൊടുക്കണം. ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല്ലിന് ഒരു വെടവുണ്ടാവും. നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ വിടവ് നല്ലോണം ഒരു ഉള്ളിൽ കൂടി നടുവിൽ കൂടി ഒരു ചാല് തന്നെ ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാല് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ചാല് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ തിരിച്ചിട്ടിട്ട് അടുത്ത ഭാഗം ഇനിയിപ്പോൾ തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ അടുത്ത ഭാഗം ഈ ഭാഗമാണല്ലോ ഇപ്പോൾ ഇതാക്കി. ഇനി ഈ ഭാഗത്ത് ഇതാക്കണം. ഈ ഭാഗത്താക്കണമെങ്കിൽ ഇതിൻ്റെ അടി ഒന്നിവിടെ വിട്ടായിരുന്നല്ലോ, നമ്മൾ നേരത്തെ അടിച്ചു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ മറ്റ് ഇതൊക്കെ തന്നെ തിരിച്ചിങ്ങോട്ടും അടിക്കുക. ആണി അടിച്ച് ആണീൻ്റെ തൊപ്പി റൗണ്ടായിപ്പോയിക്കും. ഇനി അടുത്തൊരാണി എടുത്തിട്ട് അടിക്കുക. ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു മാർഗം ഇതാണ്. സോ ഇതാക്കുന്നതിനെ കൊണ്ട് ഒരുപാട് നല്ലൊരു സുഖം അതിനെ കൊണ്ട് മുറിച്ച് വേഗം കിട്ടും. അപ്പോൾ റെഡിക്ക് കുറേ നമ്മൾ അടിച്ച് ഇവിടെ എത്തിച്ച് ഫുള്ള് രണ്ട് ഭാഗം ഈ ഭാഗവും ആണിയടിച്ച് ഇതിന് ഒരു ചാലിങ്ങനെ റെഡിക്ക് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റെഡിക്ക് ഒരു ചാല് പോലെ ഇങ്ങനെ കാണാം നടുഭാഗത്തിൽ ഇതിൻ്റെ ഗ്യാപ്പിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ മുറിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ വളരെ
താഴെ ആയതിനെ കൊണ്ടാണ്. കുറച്ച് നല്ല വലിപ്പത്തിലാകുമ്പോൾ കുറച്ച് ഹൈറ്റിലാകുമ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് മുറിച്ചേക്കാം. അപ്പോൾ ഈ വാളിന് പല്ലിട്ടത് കാരണം ഇത് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ ഇതിന് വേണമെന്നുള്ള പിന്നെ തെങ്ങൊക്കെ ഉണങ്ങിയ തെങ്ങൊക്കെ വീണെടുക്കുന്ന തെങ്ങൊക്കെ നമ്മൾ ഈ വാള കൊണ്ടാണ് മുറിച്ച് പീസാക്കി എടുത്ത് കുറേ പീസാക്കി വിറകിന് വേണ്ടിയിട്ടുള്ള പീസ് മുളിനെ കൊണ്ടാണ് മുറിച്ചിതാക്കിയത്. അപ്പോൾ ഇതിന് അരം കൊണ്ട് രാഗെന്നൊരു പരിപാടിയുണ്ട്. രാഗി കഴിഞ്ഞാൽ ഇതിന് ഇനി കൂടുതൽ മൂർച്ച കിട്ടും. അപ്പോൾ അടുത്തത് ഈ രാഗെന്നൊരു പരിപാടിയുണ്ട്, അത് കാണിക്കാൻ പോകും. അരത്തിന് ഒരു ത്രികോണാകൃതിയിലുള്ള അരമാണ്. ത്രികോണാകൃതിയിലുള്ള അരം. ഈ അരത്തിൻ്റെ ത്രികോണാകൃതിയിലുള്ള അരം. ഈ അരം ഇവിടെ പിടിക്കാൻ പാടില്ല. ഇവിടെ പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂർച്ച ഒന്നിച്ച് നല്ലോണം കടലാസ് കൊണ്ട് ചുറ്റി വെച്ചതാണ്. അപ്പോൾ ഇനി രാകുന്നത് കാണിച്ചു തരാം. രാകുന്നത് നല്ലൊരു ആണി ഉപയോഗിച്ചിട്ട് ഒരു പലക, ഈ പലകയ്ക്ക് ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് അപ്പോൾ ഇവിടെ നല്ലോണം ഇവിടെ നിന്ന് കിട്ടിയാൽ നമുക്ക് രാഗം എളുപ്പം. കുറച്ച് വളഞ്ഞാണ്. ലെവലിൽ വന്നു. ഈ ലെവലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ രാഗി ഇങ്ങനെ കൊണ്ടുപോകാം. ഭയങ്കര കഴിഞ്ഞാൽ സിമ്പിള്. അമ്മച്ചി
ഇതിങ്ങനെ ഫ്രണ്ട്സ് ഇത് കംപ്ലീറ്റ് ഇവിടെയൊക്കെ മൂർച്ച നല്ലോണം പിടിപ്പിച്ചേക്ക്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മരം മുറിച്ച് കാണിച്ചു തരാം. ഇതൊക്കെ അതിനെ കൊണ്ട് മുറിച്ചതാണ്. ഒരുപാട് നമ്മൾ മുറിച്ചു. കൊണ്ട് പെട്ടെന്ന് മുറിച്ച് നിമിഷ നേരം കൊണ്ട് അപ്പം ഫ്രണ്ട്സ് ഇത് രാഗി മൂർച്ച കൂട്ടി മുറിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയല്ലോ. അപ്പം എല്ലാ ഫ്രണ്ട്സിനും നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.